ഞാനൊരു പള്ളിയിലെ വികാരിയായിരിക്കുമ്പോൾ തൊട്ടടുത്ത പള്ളിയിലെ വികാരിയച്ഛൻ ഒരു ദിവസം എന്നെ കുർബാനയ്ക്ക് ക്ഷണിച്ചു. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ കുർബാനയ്ക്ക് ചെന്നപ്പോൾ 2 അൾത്താര ശുശ്രൂഷികൾ. എനിക്ക് അവരുടെ പെരുമാറ്റം വളരെ നന്നായി തോന്നി. പള്ളിയിലും അൾത്താരയിലും അവർ കാണിക്കുന്ന ആ ഭക്തിയും വിശ്വാസവും ഒക്കെ. ഞാൻ ആ മക്കളോട് പറഞ്ഞു, മക്കളെ, കുർബാന കഴിയുമ്പോൾ എനിക്ക് അച്ഛന് വീട്ടിലേക്ക് വരണം. വികാരിയച്ഛനോടൊപ്പം ഞാൻ വരാം. അപ്പം മക്കൾ പറഞ്ഞു, 7 മണിക്ക് ശേഷം വന്നാൽ മതി. ഞാനങ്ങനെ 7 മണിക്ക് ശേഷം ആ മക്കളുടെ വീട്ടിലെത്തി. ആ കുഞ്ഞുങ്ങളുടെ അപ്പൻ ഒരു കച്ചവടം നടത്തുന്നയാളാണ്. ഷോപ്പ് പൂട്ടി 7 മണിക്ക് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. പോകുന്ന വഴിയിൽ എന്നോട് ആ കുട്ടികളെക്കുറിച്ച് ഈ അച്ഛൻ പറഞ്ഞു, വികാരിയച്ഛൻ, അമ്മ ക്യാൻസറായി മരിച്ചു. കുട്ടികളെ മുഴുവൻ നോക്കുന്നത് ഈ അപ്പച്ചനാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. 7:30 ഈ കുഞ്ഞുങ്ങളുടെ പിതാവ് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ സമയമാണ്. അപ്പൊ ഞങ്ങളോടൊപ്പം ഇന്ന് 2 അച്ഛന്മാർ വന്നിരിക്കുന്നു, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ മനോഹരമായൊരു ജപമാല ശുശ്രൂഷയിലാണ് ഞാൻ പങ്കുകൊണ്ടത്. ആ പ്രാർത്ഥന അവർ 3 പേരും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിന്റെ തിരുസ്വരൂപം അവിടെ മേശപ്പുറത്തുണ്ട്. ആ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന ആ പിതാവ് 2 മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് ആ അപ്പച്ചൻ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. അമ്മയില്ലാത്ത എന്റെ പൊന്നോമനകൾക്ക് നീ എന്നും അമ്മയായിരിക്കണേ മാതാവേ എന്ന്. 1 അല്ല 3 പ്രാവശ്യമാണ് ഈ അപ്പച്ചൻ ഈ പ്രാർത്ഥന നടത്തിയത്. അമ്മയില്ലാത്ത എന്റെ പൊന്നോമനകൾക്ക് നീ എന്നും അമ്മയായിരിക്കണം മാതാവേ എന്ന്. ആ കുഞ്ഞുങ്ങള് ആ ഇടവകയിലെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾ, മതബോധനത്തിൽ 1-ാം റാങ്ക്. ഇന്ന് ആ കുഞ്ഞുങ്ങൾ പഠിച്ച് ഡോക്ടർമാരായി. ആ കുഞ്ഞുങ്ങൾക്കെന്നും കരുതലായി ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയാണ്. ആ അപ്പച്ചനത് അറിയാമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും കരുതലും സംരക്ഷണവുമായി കടന്നു വരുന്നൊരമ്മയുണ്ട്. ആ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എല്ലാ ദിവസവും ജപമാല നിർബന്ധമാണ്. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കൂ. ആ അമ്മയുടെ അനുഗ്രഹങ്ങൾ നമ്മിൽ സ്വീകരിക്കൂ. അമ്മ അനുഗ്രഹങ്ങൾ മാത്രമല്ല നമ്മിലേക്ക് വർഷിക്കുന്നത്, ഒരു കരുതലോടുകൂടിയ ഒരു വാത്സല്യത്തിന്റെ സ്നേഹം കൂടി നൽകും നമ്മളൊക്കെ ഈ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം അമ്മയുടെ അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ.